വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടി. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക സിലിണ്ടർ, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. 4 മാസത്തിനിടെ 1444 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് വില കൂടിയത്. നമുക്ക് വളരെ വിശദമായി തന്നെ ഈ വില വർധനയുടെ കാര്യം മാത്രമല്ല, ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട്, ഇതെങ്ങനെയാണ് നമ്മുടെ നാടിനെ ബാധിക്കാൻ പോകുന്നത് എന്ന് കൂടി പരിശോധിക്കാം. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് AK സ്റ്റെഫിൻ, കൊച്ചിയിൽ നിന്ന് വിഷ്ണുപ്രകാശ്, കോഴിക്കോട് നിന്ന് അഞ്ജന, ഗോകുൽ, അരുൺ എല്ലാവരും വിവരങ്ങൾ നൽകും. കാരണം നമുക്ക് നിലവിൽ തന്നെ സാഹചര്യം അറിയാം. പലയിടത്തും ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണ്, ഗ്യാസ് പോലും കിട്ടാതെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയേറെ വില കൂടി വർദ്ധിച്ചാൽ എന്താവും സ്ഥിതി? ആദ്യം ബി ബാലഗോപാലിലേക്ക്. ബാലു, ഒറ്റയടിക്ക് കൂടിയത് ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തും എന്ന് പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞാൽ ഒരു വർധന വരുമെന്ന് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ 4 മാസത്തിനിടെ 1444 രൂപ കൂട്ടിയ സാഹചര്യം ഉണ്ടാവുന്നു. എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? ഇനി ഇപ്പോൾ തൽക്കാലം കൂട്ടിയില്ലെങ്കിലും ഗാർഹിക സിലിണ്ടറും ഇന്ധനവിലയും അത് പിറകെ വരുമോ? ശ്രീജ ഏറ്റവും അവസാനം പറഞ്ഞതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. കാരണം നിലവിൽ ഈ ഗാർഹിക സിലിണ്ടറിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ അത് എക്കാലത്തും അങ്ങനെ ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇന്ന് ഈ ഗാർഹിക ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർധനവിൻ്റെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വൈകാതെ തന്നെ ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിലും വലിയൊരു വർധനവുണ്ടാകാനാണ് സാധ്യത. ഒരുപക്ഷെ അത് മെയ് 15 ഉണ്ടാകാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഗാർഹിക സിലിണ്ടർ, പെട്രോൾ, ഡീസലിന് ഇവയ്ക്കൊക്കെ വില വർദ്ധിപ്പിക്കുമെന്ന് ബംഗാളിൽ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പറഞ്ഞിരുന്നു. ആ സമയത്ത് കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം നൽകിയിരുന്നു. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അനിവാര്യമായ ഒരു വർധനവ് ആ മേഖലയിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ഈ വില വർധനവിലേക്ക് വരികയാണെങ്കിൽ ഈ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ 993 രൂപയാണ് ഒരു കുറ്റി സിലിണ്ടറിന് ഇപ്പോൾ ഈ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് 1007 രൂപ കുറവ്, 993 വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 5 കിലോ സിലിണ്ടർ പലപ്പോഴും ഞങ്ങൾ ഡൽഹിയിലൊക്കെ പറയാറുണ്ട്, ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഈ ഗാർഹിക സിലിണ്ടർ, ഈ 13 കിലോയുടെ സിലിണ്ടർ ഒന്നും വാങ്ങാറില്ല. അവർ ഈ 5 കിലോ സിലിണ്ടറാണ് സാധാരണഗതിയിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴൊക്കെ വാങ്ങുന്നത്. ആ സിലിണ്ടറിന്റെ വിലയിലും 261 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഫലത്തിൽ ഇന്നത്തെ വർധനവിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന 14 കിലോയുടെ സിലിണ്ടറിന് മാത്രമാണ് വില വർധനവ് വരുത്താത്തത്. പെട്രോളിനും ഡീസലിനും നിലവിൽ വില വർധനവ് വരുത്തിയിട്ടില്ല. വ്യോമയാന ഇന്ധനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒരു ഘടകം, അതായത് ആഭ്യന്തര വിമാന സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ വിലയിൽ വർധനവ് വരുത്തിയിട്ടില്ല. പക്ഷേ രാജ്യാന്തര സർവീസുകൾ നടത്തുന്ന വിമാനങ്ങളുടെ ഇന്ധനത്തിന്, അവ ഉപയോഗിക്കുന്ന ഇന്ധനത്തിനുള്ള വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ആ വർധനവ് എത്രയെന്ന് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അത് കാര്യമായ തോതിലുള്ള വർധനവ് അതിലുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ ഈ ബൾക്കായി ഡീസൽ പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതായത് ഈ മത്സ്യബന്ധനത്തിനൊക്കെ ബോട്ടുകൾക്കൊക്കെ ഇങ്ങനെ ബൾക്കായി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കും ഈ ഡീസലിന്റെ വില വർധനവ് സർക്കാർ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ അവസാനം പറഞ്ഞ 2 ഘടകങ്ങളെ സംബന്ധിച്ച് എത്രയാണ് വർധനവ് എന്നതിനെ സംബന്ധിച്ച് ഈ ഔദ്യോഗിക അറിയിപ്പുകളിൽ ഈ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും വർധനവുണ്ട് എന്ന് ഈ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വില വർധനവ് സംബന്ധിച്ചുള്ള അവലോകനം നടത്തുന്നത് 15 ദിവസങ്ങൾക്ക് ശേഷമാണ്. അന്ന് ഒരുപക്ഷെ ഡീസലിനും പെട്രോളിനും അതുപോലെ തന്നെ പാചകവാതകം, ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ശ്രീജ, ശരി, ഇനി ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെയൊക്കെയാണ് ഇത്